സെൻസസ് പ്രവർത്തനങ്ങൾക്ക് വീടുകൾ സന്ദർശിക്കുന്ന എന്യൂമറേറ്റർമാർക്കുള്ള 34 ചോദ്യങ്ങളിൽ ആദ്യത്തെ 3 ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമതായി, ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്യൂമറേറ്റർക്ക് മൊബൈൽ ആപ്പിലൂടെ നൽകേണ്ട ഒന്നാമത്തെ ചോദ്യം, അതായത് ലൈൻ നമ്പർ എന്നാണ്, അല്ലെങ്കിൽ വരി നമ്പർ, അല്ലെങ്കിൽ സീരിയൽ നമ്പർ എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ലൈൻ നമ്പർ ഏതാണ് എന്നാണ് ചോദ്യം. അത് ഓട്ടോ ജനറേറ്റഡായി ന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോ ജനറേറ്റഡായിട്ട് ആ നമ്പർ വന്നുകൊള്ളും. അതായത് 001 002 003 എന്നുള്ള നിലയിലായിരിക്കും ലൈൻ നമ്പർ ഓട്ടോ ജനറേറ്റഡായി ഓരോ വീടിനും കെട്ടിടത്തിനും വരുന്നത്. അതായത് HLO ഓപ്പറേഷൻ പേജിൽ ന്യൂ ഹൗസ് ലിസ്റ്റ് മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ ലൈൻ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊള്ളും. ഇക്കാര്യത്തിൽ എന്യൂമറേറ്റർമാർക്ക് യാതൊരു പ്രയാസവും തന്നെ ഇല്ല, ഓട്ടോമാറ്റിക്കലായിട്ടത് വന്നുകൊള്ളും എന്നുള്ളതാണ്. രണ്ടാമതായി, ബിൽഡിംഗ് നമ്പറാണ് ചോദിക്കുന്നത്. ആ ബിൽഡിംഗ് നമ്പർ എന്നുള്ളത് ലോക്കൽ അതോറിറ്റി, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മുനിസിപ്പാലിറ്റി ആകാം, പഞ്ചായത്താകാം, കോർപ്പറേഷൻ ആകാം, ഈ സ്ഥാപനം ആ കെട്ടിടത്തിന് നൽകിയിട്ടുള്ള നമ്പർ എങ്ങനെയാണോ അങ്ങനെ തന്നെ രേഖപ്പെടുത്തുക. ഉദാഹരണത്തിന് 11/35A എന്നാണ് എങ്കിൽ അങ്ങനെ തന്നെ അത് രേഖപ്പെടുത്തുക. ഈ കെട്ടിട നമ്പർ എന്യൂമറേറ്റർമാർ തന്നെ രേഖപ്പെടുത്തി കൊടുക്കണം. മൂന്നാമതായി, സെൻസസ് ഹൗസ് നമ്പർ എന്നുള്ള ചോദ്യമാണ്. അതും ഓട്ടോ ജനറേറ്റഡ്, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ആ നമ്പർ വന്നുകൊള്ളും. അതിനുവേണ്ടി സെൻസസ് ഹൗസ് നമ്പറിന് താഴെയുള്ള ന്യൂ എന്നുള്ള മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സെൻസസ് ഹൗസ് നമ്പർ വന്നുകൊള്ളും. അതായത് 0001 0002 എന്നുള്ള നിലയിൽ വന്നുകൊള്ളും. നമ്പരുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അവിടെ ചോദിക്കുന്നത് ഹൗസ് ഹോൾഡ് നമ്പർ എന്നുള്ളതാണ്. ഹൗസ് ഹോൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ വീട്ടിൽ താമസിക്കുന്ന കുടുംബം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ ആ കുടുംബത്തിനൊരു നമ്പർ കൊടുക്കണം. ആ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊള്ളും. അവിടെയും ഹൗസ് ഹോൾഡ് നമ്പർ എന്നുള്ളതിൻ്റെ താഴെയുള്ള ന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊള്ളും. ഇത്രയും നമ്പറുകളാണ് പ്രധാനമായും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതും.